എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിലവിൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് 3 ലക്ഷം പേരുടെ സൗജന്യ റേഷൻ കട്ട് ചെയ്തതായിട്ട് സർക്കാർ വൃത്തങ്ങൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളവരിൽ 3 ലക്ഷത്തോളം പേരുടെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവരെയാണ് നിലവിൽ ഒഴിവാക്കിയിട്ടുള്ളത്. റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും വിഹിതം ഇവർക്ക് ലഭിക്കുകയല്ല. അതുപോലെ എല്ലാവരെയും മസ്റ്ററിങ്ങിന് വിധേയമാക്കാനുള്ള പൊതുവിതരണ വകുപ്പിൻ്റെ നടപടിയുടെ മേലിലാണ് ഈ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മുൻഗണനാ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിങ്ങിന് വിധേയമാകണം. 2024 മാർച്ച് മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത്. ഇതിനിടയ്ക്ക് 3 വട്ടം സമയം നീട്ടി നൽകുകയുണ്ടായി. എന്നിട്ടും മസ്റ്ററിംഗ് നടത്താത്തവർക്കുള്ള മുന്നറിയിപ്പാണിത്. വിദേശത്തുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരുമൊക്കെയാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും. വിവിധ കാരണങ്ങളാൽ റേഷൻ മസ്റ്ററിംഗ് വിധേയമാകാത്തവർ 9,81,500 പേരുണ്ടെന്നാണ് നിലവിലെ കണക്കുകൾ വരുന്നത്. റേഷൻ വ്യാപാരികളുടെ സഹകരണത്തോടെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് നിലവിൽ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് മുൻഗണനാ കാർഡിലുള്ളവരുടെ പേര് NRK നോൺ റെസിഡൻസ് കേരള എന്ന് പറയുന്ന പുതിയൊരു വിഭാഗത്തിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ NRK ഗണത്തിൽപ്പെടുന്ന ആളുടെ റേഷൻ വീതം കിട്ടില്ല എങ്കിലും പേര് റേഷൻ കാർഡിൽ തുടരുന്നതാണ്. PHH എന്ന മുൻഗണനാ കാർഡിൽ സാധാരണയായിട്ട് ഓരോ അംഗത്തിനും 5 കിലോ ധാന്യമാണ് സൗജന്യമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നത്. നിലവിൽ മുൻഗണനാ കാർഡുകാരാണ് മഞ്ഞ, പിങ്ക് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. റേഷൻ വാങ്ങാനായി ഈ പോസിൽ വിരൽ വയ്ക്കുമ്പോൾ മസ്റ്ററിംഗ് നടക്കുന്നതാണ്. അതീവ ദരിദ്ര വിഭാഗങ്ങളിൽപ്പെടുന്ന മഞ്ഞ കാർഡുകാർക്ക് കാർഡ് ഉടമ മാത്രം നിലവിൽ മസ്റ്ററിംഗ് ചെയ്താൽ മതി. സാധാരണ ദരിദ്ര വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ളതാണ് പിങ്ക് കാർഡ്. ഇതിലെ പേരുള്ള എല്ലാവരും മസ്റ്ററിങ്ങിന് വിധേയമാകണം. വിരൽ പതിക്കുമ്പോൾ പ്രശ്നമുള്ളവരെ അറിയിച്ചാൽ ഐറിസ് സ്കാനിലൂടെ മസ്റ്ററിംഗ് ഉദ്യോഗസ്ഥർ എത്തുന്നതാണ്. അതുപോലെ സ്ഥലത്തില്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശാനുസരണം മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക് ഫേസ് ആപ്പ് വഴി മസ്റ്ററിംഗ് നടത്താൻ കഴിയുന്ന സംവിധാനവും ഉണ്ട്. അർഹതപ്പെട്ടവരെ റേഷൻ വിഹിതം കുറയ്ക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടല്ല നിലവിൽ ഈ സർക്കാർ ഈ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായിട്ടും റേഷൻ വിതരണം നടക്കുക, സുതാര്യമായിട്ട് അർഹരായവരിലേക്ക് റേഷൻ വിഹിതം എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മസ്റ്ററിംഗ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ വിവരങ്ങൾ പ്രയോജനപ്പെടട്ടെ. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.